നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,480 ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം ആരംഭിച്ചിട്ടുള്ളത്. അന്ന് മുതൽക്ക് എണ്ണി തുടങ്ങിയതനുസരിച്ചാണ് ഈ സംഖ്യ നമുക്ക് കിട്ടുന്നത്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 11 തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 5 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 27 തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. അപ്പോൾ രാത്രിയിൽ 12:03 വരെയുള്ള സമയത്ത് പഞ്ചമി തിഥി വരുന്നുണ്ട്. തുടർന്ന് ഷഷ്ഠിയാണ്. നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ്. അത് രാത്രിയിൽ 1:08 വരെയുള്ള സമയത്ത് അനിഴം വരുന്നുണ്ട്. പുലിക്കരണമാണ്. ഉച്ചയ്ക്ക് 12:03 വരെയുള്ള സമയത്ത് പുലിക്കരണം വരുന്നു. നിത്യയോഗം വരുന്നത് പ്രീതിനാമ നിത്യയോഗമാണ്. 11:45 വരെ ഉള്ള സമയത്താണ് പ്രീതിനാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല ഉത്രം ഞാറ്റുവേലയാണ്. ഋതു ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16 7 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:13 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 47 34 മധ്യകേരളത്തിലേതാണ് ഈ ഉദയാസമയങ്ങളും ദിനമാനവും പറഞ്ഞിട്ടുള്ളത്. ദിനമാനം എന്ന് പറയുന്നത് പകലിൻ്റെ ദൈർഘ്യമാണ്. ദോഷകാലങ്ങളായ രാഹുകാലം രാവിലെ 9:15 തുടങ്ങി 10:45 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 6:16 തുടങ്ങിയിട്ട് 7:45 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:44 മുതൽക്ക് 3:14 വരെയാണ്. ഈ 3 കാലങ്ങളും വർജ്യകാലങ്ങളാണ്, ദോഷകാലങ്ങളാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:50 തുടങ്ങി 12:12 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:16 മുതൽക്ക് 12:38 വരെയുള്ള സമയത്താണ്. 11:50 മുതൽക്ക് 12:38 വരെയാണ് അഭിജിത് മുഹൂർത്തം. മധ്യത്തിൽ 4 മിനിറ്റ് വർജിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടക്കൂറ്. ഈ നക്ഷത്രക്കാർക്ക് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകരമല്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, യാത്ര മുതലായിട്ടുള്ളവ ഇന്ന് ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ്. എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും വിവാഹാദി കാര്യങ്ങൾ, വ്രതം ആരംഭിക്കുക, യാത്ര പോവുക, ക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മംഗലകർമ്മങ്ങളും വസ്ത്രാഭരണാദികൾ പുതുതായിട്ട് അണിയാനും ഒക്കെ നല്ല ദിവസമാണ്. അതുപോലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ പഞ്ചമി തിഥി അനുകൂലമാണ്. നമസ്കാരം.